നമ്മുടെ ജയൻറ്റ് പേപ്പർ ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ക്രാഫ്റ്റ് പേപ്പർ നമുക്ക് എടുത്താൽ മതി. A4 സൈസിലുള്ളത്. കുറച്ചും കൂടെ ബ്രൈറ്റർ ഷെയ്ഡ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡ് കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത്. എൻ്റെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മിഡിലായിട്ട് മടക്കി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുമ്മേ ശരിക്കും ഹാഫ് ലീഫിൻ്റെ ഷേപ്പ് വരച്ചെടുത്ത് അത് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ ചുമ്മാ കൈ കൊണ്ട് അതായത് പെൻസിൽ വെച്ച് ഞാൻ വരയ്ക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഈ പേപ്പർ ലീഫിൻ്റെയൊക്കെ ടെംപ്ലേറ്റ്സ് ഇഷ്ടംപോലെ ഗൂഗിളിൽ നമുക്കൊന്ന് അന്വേഷിച്ചാൽ കിട്ടും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ടെംപ്ലേറ്റ്സ് എടുത്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് വരച്ചെടുത്തതേ ഉള്ളൂ. ഇനി ഇത് വരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഷേപ്പിൽ നമുക്കൊരു സിസർ വെച്ച് കട്ട് ചെയ്ത് എടുക്കണം. ലീഫിൻ്റെ ഒരു ബേസിക് എന്താ പറയുക ഒരു ഷേപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പം അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇതിനൊരു ടെക്സ്ചർ, ഈ ഒരു ടെക്സ്ചർ നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ലീഫിനെ നേരത്തെ അതേപോലെ മടക്കി വെക്കണം. ആ ഒരു ഹാഫ് ലീഫിൻ്റെ ഷേപ്പിലേക്ക് മടക്കി എടുത്ത് വെക്കണം. എന്നിട്ട് ഇതിൻ്റെ ഒരറ്റം ഉണ്ടല്ലോ, കൂർത്തിരിക്കുന്ന അറ്റം, ആ അറ്റത്തു നിന്ന് ചെറുതായിട്ട് കുറച്ച് ഭാഗം എടുത്ത് ഇതേപോലെ ഒന്ന് സൈഡിലേക്ക് മടക്കി കൊടുക്കണം. മടക്കിയിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യാന്നുള്ളത് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നല്ലപോലെ പ്രസ് ചെയ്താലേ കറക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ പേപ്പറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തിരിച്ച് വയ്ക്കാം. എന്നിട്ട് ഇതേപോലെ ചെറുതായിട്ട് നമുക്ക് മടക്കുക. നമുക്കൊരു ഏകദേശം 1 ഇഞ്ചൊക്കെയാണ് അതിൻ്റെ ഒരു നീളം, ആ മടക്കുന്ന ഒരു വിഡ്ത്ത് വരുന്നത് ഏകദേശം. ഇനിയിപ്പോൾ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ വീണ്ടും അപ്പുറത്തെ സൈഡിൽ റിപ്പീറ്റ് ചെയ്യുക. താഴെ എത്തുന്നത് വരെ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യണം. എന്താ പറയുക, ഈ ഒരു ലീഫ് ഫുള്ള് നമുക്കിതേപോലെ മടക്കുകളാക്കിയിട്ട് 2 സൈഡിലും ചെയ്തെടുക്കണം. നമ്മുടെ ലീഫിൻ്റെ ഈ മടക്കുകളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കണം. എങ്ങനെയാണ് നമ്മൾ എന്താ പറയുക, നമ്മുടെ ലീഫിൻ്റെ ടെക്സ്ചർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കണമെങ്കിൽ അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് തുറന്ന് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ലീഫിന് നല്ലൊരു ടെക്സ്ചർ കിട്ടി. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, വളരെ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ. അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ഫ്ലവറിൻ്റെ കൂടെയാണ് നമ്മളെപ്പോഴും ലീഫ് വെക്കുന്നത്. അപ്പോൾ ജയൻറ്റ് പേപ്പർ ഫ്ലവർ ഞാൻ ഓൾറെഡി അതിൻ്റെ ട്യൂട്ടോറിയൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരെന്തായാലും കാണണം. ഇത് രണ്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. ഓൾസോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.